വെൽക്കം ബാക്ക്. പോലീസ് തുടരുന്നു. പാലക്കാട് വണ്ടിത്താവളത്ത് വീട്ടിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ പ്രതി ദേവിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. അബ്കാരി ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. 5 ലിറ്റർ വിദേശ മദ്യമാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയത്. 24 വാർത്തയ്ക്ക് പിന്നാലെ മന്ത്രിമാരായ എം ബി രാജേഷും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അടിയന്തര റിപ്പോർട്ട് തേടിയതോടെയാണ് എക്സൈസിന്റെ നടപടി. മിന്നൽ പരിശോധനയ്ക്ക് പിന്നാലെ മദ്യവിൽപ്പന കേന്ദ്രം പൂട്ടിച്ചു. വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് 24-നെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭിനന്ദിച്ചു. വാർത്ത ശ്രദ്ധിച്ചു. എന്തായാലും അത് പുറത്തു കൊണ്ടുവന്നതിൽ 24-നെ അഭിനന്ദിക്കുകയാണ്. അത് അറിഞ്ഞ ഉടൻ തന്നെ എക്സൈസ് മിനിസ്റ്ററെയും എക്സൈസ് കമ്മീഷണറും വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. എക്സൈസ് കമ്മീഷണർ നേരിട്ട് വിളിച്ച് പറഞ്ഞ് ഉടന്തര നടപടിയെടുക്കാൻ പറഞ്ഞു. പിന്നെ അതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെയുള്ള കേസുകളിലും മുഴുവൻ തന്നെ ശ്രദ്ധിക്കണം എന്നാണ്. അതേപോലെ കള്ളിൽ മായം ചേർക്കുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. എന്താണ് സംഭവിച്ചത്? പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വണ്ടിത്താവളത്തെ വീട്ടിൽ നിന്ന് പിടികൂടിയ മദ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ 7 മണിക്കാണ് 24 ഇത് സംബന്ധിച്ച വാർത്ത നൽകിയത്. വീട്ടിൽ നിന്ന് അനധികൃതമായി മദ്യവിൽപ്പന നടത്തുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ദേവിയെ ഇതിനോടകം തന്നെ പിടികൂടിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ മദ്യവിൽപ്പന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ഇതേ തുടർന്നാണ് നമ്മുടെ സംഘവും ഇന്നലെ വൈകിട്ട് ഇവരുടെ വീട്ടിലെത്തുകയും അവിടെ നിന്ന് ഇവരുടെ മദ്യം വിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും അവരുടെ മദ്യം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ വാർത്ത പുറത്തുവിട്ടത്. എന്തായാലും വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എക്സൈസ് വകുപ്പ് ഇടപെടുകയും ആ വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തു. ആ സമയത്ത് ഇവർ അവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു, ആ വീട്ടിൽ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ള 5 ലിറ്റർ മദ്യമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്, വിദേശ മദ്യമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. കൂടുതലിടങ്ങളിൽ ഇനി പരിശോധനകൾ കർശനമാക്കുമെന്നാണ് എക്സൈസ് കമ്മീഷണർ അടക്കം അറിയിക്കുന്നത്. മന്ത്രി എം ബി രാജേഷ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ വീട്ടിലെ മദ്യവിൽപ്പനയെ വളരെ ഗൗരവത്തിൽ കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ സ്ഥലം എം.എൽ.എയും മന്ത്രിയുമായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ മറ്റ് കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവിടെയും പരിശോധനകൾ വ്യാപകമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിലുള്ള ഇടപെടൽ നടത്തി എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത്രയധികം ദിവസം അല്ലെങ്കിൽ മാസങ്ങളോളം ഇത്തരത്തിൽ മദ്യവിൽപ്പന നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും പരിശോധനകൾ കർശനമായി തുടരുമെന്ന് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.